നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ദേവുവിന്റെ കോള് വന്നു കഴിഞ്ഞപ്പോ രേവതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. രേവതിക്ക് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. അരുണിന്റെ അമ്മയും കൂടെ ദേവുവിനെ പെണ്ണ് കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുമെന്ന്. ദൈവമേ, ഈ കാര്യം എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിയേട്ടൻ പിന്നെ അത് മതി. ഒരു നിമിഷം രേവതിക്ക് എന്ത് പറയണം നടത്തില്ല. അപ്പോഴേക്കും ദേവി ചോദിച്ചു, അല്ല ചേച്ചി വീട്ടിലേക്ക് വരില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, ദേവു ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും സച്ചി ചോദിച്ചു, ആരാന്ന് ചോദിച്ചു വിളിച്ചേ. അത് പിന്നെ ദേവുവാ. അല്ല എന്താ അവള് വിളിച്ചിട്ട് എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. സച്ചിയേട്ടൻ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നീ കാര്യം എന്താ വെച്ചാ പറ. അത് സച്ചിയേട്ടൻ ദേഷ്യപ്പെടാൻ വേണ്ടി ഞാൻ പറയുന്നൊന്നും അല്ല, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് ദേവനെ പെണ്ണ് കാണാനായിട്ട് അരുണിന്റെ അമ്മയൊക്കെ വരുന്നുണ്ടെന്ന്. പെട്ടെന്ന് സച്ചി അങ്ങോട്ട് ചാടി എഴുന്നേറ്റു. ഓഹോ, അപ്പൊ എത്ര പറഞ്ഞാലും നിന്റെ അനുജത്തിന്റെ തലയിലേക്ക് കേറത്തില്ലല്ലേ? അപ്പൊ ഞാൻ ആരാ? എനിക്കെന്താ ആ വീട്ടിലൊരു വില? സച്ചിയേട്ടാ, അവര് വരണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അവരാലോചനയായിട്ട് വരുന്നല്ലേ. അവൻ മനഃപൂർവ്വം കരുതി കൂട്ടിയ രേവതി എന്നെ തോൽപ്പിക്കാനിട്ടാ അവന്റെ ഭാവം. സച്ചേട്ടന്റെ ഈ ഈഗോ ആദ്യം ഒന്ന് കള. ഒരു പക്ഷെ അരുൺ നല്ലവനായതുകൊണ്ടായിരിക്കുമല്ലോ ദേവിനെ കാണാനായിട്ട് അമ്മയും കൂട്ടിക്കൊണ്ട് വരുന്നേ. ഓ, അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ വെറുതെയാന്നർത്ഥം. അല്ല സച്ചേട്ടൻ ചീത്തയാന്ന് ഞാൻ പറഞ്ഞു ഇല്ല. പക്ഷേങ്കില് ദേവുവിന്റെ ആഗ്രഹമല്ലേ? അങ്ങനെയാണെങ്കിൽ നല്ല ആലോചനയാണ്, നമുക്കത് നടത്തി കൊടുക്കുകയല്ലേ ചെയ്യണ്ടേ? നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ചെല്ലാനായിട്ട് ദേവു വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടുകഴിഞ്ഞപ്പോ സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി പറഞ്ഞു, നിനക്ക് പോകാം, ഞാൻ എതിർക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മേലാല് ഞാൻ ഇവിടുന്ന് ചെല്ലത്തില്ല. ആ കല്യാണത്തിനും പങ്കെടുക്കില്ല, ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. എന്നെ പ്രതീക്ഷിച്ച ആരും നിൽക്കണ്ടെന്ന് പറഞ്ഞേക്കണം. നിന്റെ അമ്മയോടും നിന്റെ അനുജത്തിയോടും ഒക്കെ പറഞ്ഞേക്കണം. എനിക്കിത് കൂടുതൽ പറയാനില്ല എന്നും പറഞ്ഞ് സച്ചി ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. രേവതിക്ക് ആകെപ്പാടെ ടെൻഷനായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, എന്ത് പറ്റി? ഇന്നലെ മുതലേ ശ്രദ്ധിക്കുന്ന കാര്യം എന്താന്ന് തിരക്കി കഴിഞ്ഞപ്പോഴാണ് രേവതി ആ കാര്യം പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാകും. എന്നാലും വെച്ചാ എനിക്ക് സച്ചേട്ടൻ ധിക്കരിച്ച് അവിടേക്ക് പോകാൻ പറ്റില്ല. പോയിട്ടുണ്ട്, അറിയാലോ സച്ചേട്ടന്റെ സ്വഭാവം. പിന്നെ അതും മതി തൽക്കാലത്തേക്ക്. ഇപ്പൊ നീ അങ്ങോട്ടേക്ക് പോകണ്ട. അല്ല ദേവോൻ അങ്ങനെ ഒരു പഴവ് പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. ചിലപ്പോ അവൻ ഇനിയിപ്പോ നല്ലവനാണോന്ന് അറിയത്തില്ലോ. ഒരു ഈഗോയുടെ പേരിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും ഇത് മുഴുവനും. ഒരാളൊന്ന് ക്ഷമിച്ചു കൊടുത്താൽ തീരാവുന്നുള്ളൂ. അതെ, പക്ഷെ സച്ചിയേട്ടനോട് പറഞ്ഞിട്ട് സച്ചിയേട്ടന്റെ തലയിലേക്ക് കേറുന്നില്ല. സാരില്ല, സച്ചി വരുമ്പോ ഞാൻ അവനെ ഒന്ന് വിളിച്ച് ഉപദേശിച്ച് നോക്കാം എന്ന് പറഞ്ഞു. കാരണം രവീന്ദ്രൻ അറിയാം, ദേവുവാരനും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ പിന്നെ അവരെ തമ്മിൽ പിന്തിരിപ്പിച്ചിട്ട് കാര്യമില്ല. വേറെ കല്യാണം നടത്തിയാലും അത് ശാശ്വതമാവുമെന്നും അറിയത്തില്ല. പിന്നീട് ലക്ഷ്മിമ്മയുടെ അടുത്ത് ദേവു കാര്യങ്ങൾ പറയണം. അതെ, അരുണേട്ടന്റെ അമ്മയും കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. ലക്ഷ്മിയമ്മ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സച്ചി പറഞ്ഞൊക്കെ നിന്റെ മനസ്സിൽ ഓർമ്മയുണ്ടല്ലോ. ആരും ഇവിടേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ വന്ന് നാണം കെട്ട് പോകുന്നുള്ളൂ. അമ്മ എന്താമ്മ ഇങ്ങനൊക്കെ പറയണേ? അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. അവിടുത്തെ അമ്മയൊക്കെ പാവമാണ്, എനിക്കറിയാവുന്ന കാര്യം. എടി, നിന്നെ അവൻ ഓരോന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിരിക്കുക. സച്ചി കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോഴേക്ക് ശരത്തും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ശരത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മേ അവര് വന്ന് കണ്ടിട്ട് പോട്ടെ. നമ്മളിപ്പോ തൽക്കാലത്തേക്ക് ഇതിപ്പോ പെട്ടെന്ന് നടത്തുന്നില്ല എന്ന് പറഞ്ഞ പോരെ. അയാളെ കുറിച്ച് ശരിക്കും അന്വേഷിച്ചിട്ട്. എടാ, സച്ചി ശരിക്കും അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും. അല്ല, സച്ചി കള്ളത്തരം പറയേണ്ട കാര്യമുണ്ടോ? അത് ശരിയമ്മേ, എന്നാലും ദേവുവിന്റെ ഇഷ്ടത്തിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു. പക്ഷേ എങ്കില് ലക്ഷ്മി അമ്മ സമ്മതിച്ചില്ല. ആരും ഇവിടേക്ക് വരണ്ട, വന്നാലും ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. അതുകൊണ്ട് നീ പഠിച്ചു പറഞ്ഞാലേ ഇവിടേക്ക് വരണ്ടാന്ന്. ഇത് കേട്ടപ്പോൾ ദേവുവിന് സങ്കടമായി. ദേവു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ശരത്ത് പറഞ്ഞു, അമ്മേ അവളുടെ ഇഷ്ടത്തിന് നമ്മൾ ഇതുവരെയൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അവൾ ആദ്യമായിട്ട് സ്നേഹിക്കുന്ന ഒരു പുരുഷനല്ലേ. അത് മാത്രമല്ല, ഒരു പക്ഷെ നല്ലവനാണെങ്കിലോ. അതുകൊണ്ട് അവര് വന്ന് കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കിത് നടത്താമെന്ന് പറഞ്ഞു. പക്ഷെ ലക്ഷ്മിയമ്മ അടുക്കുന്നുണ്ടായിരുന്നില്ല. ദേവുവിന് ഭയങ്കര വിഷമമായി. ഒടുവില് ദേവു പോയി അരുണിനെ വിളിക്കുകയാണ്. അരുണിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അരുൺ സമ്മതിച്ചില്ല. അരുൺ പറഞ്ഞു, എനിക്കറിയാം, ഇപ്പം നീ അവരോടൊപ്പം അല്ലേ, അപ്പം നിനക്ക് എന്നെ ഇപ്പൊ വേണ്ടല്ലേ. ശരിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കോള് കട്ട് ചെയ്തു. ദേവുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു സങ്കടമായിപ്പോയി. ഒടുവില് ദേവു ഒരു കാര്യം ചെയ്തു, അരുണിനെ ഒന്ന് പോയി കാണുക തന്നെ. അങ്ങനെ അരുണിനെ കാണാനായിട്ട് അവിടേക്ക് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അരുൺ പറഞ്ഞു, എനിക്കറിയാം ഇപ്പം നിനക്ക് എന്നെ വേണ്ട, അതാ കാരണം. അല്ലെങ്കിൽ പിന്നെ നിന്റെ ചേച്ചിയുടെ ഭർത്താവ് പറയുന്നത് കേട്ട് നീ എന്നെ വേണ്ടെന്ന് വെക്കുവോ? അപ്പൊ ഇത്രയും നാളത്തെ നമ്മുടെ സ്നേഹത്തിനൊരു വിലയില്ലല്ലേ? വിലയില്ലാത്തോണ്ടല്ല അരുണേട്ടാ. അരുണേട്ടന് അറിയാലോ സച്ചിയേട്ടനെ രേവതി ചേച്ചിനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അവര് പറയുന്നതിന്റെ അപ്പുറമില്ല.
എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി അങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടാണ്. പിന്നെ സച്ചേട്ടൻ എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ താങ്ങും തള്ളുമായിട്ട് നിന്ന ആളാണ് സച്ചേട്ടൻ. ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ ഓടി വരും. അതുപോലെയുള്ള ആളെ വെറുപ്പിച്ചിട്ട് സച്ചേട്ടൻ്റെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ എനിക്ക് അന്നേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഒരിക്കലും ഉണ്ടാവും തോന്നില്ല. അപ്പം നിനക്ക് എന്നെ വേണ്ട, അത് പറഞ്ഞാൽ മതിയല്ലോ. അതും പറഞ്ഞുകൊണ്ട് ഓരോന്നൊരു കുത്തി പറയാൻ തുടങ്ങി. ദേവുവിന് ഭയങ്കര വിഷമമായി. പിന്നീട് ദേവു എന്ന് കാര്യങ്ങളൊക്കെ അവൻ്റെ അമ്മയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് അരുണിൻ്റെ. അപ്പോഴേക്കും അവർ പറഞ്ഞു, സാരമില്ല മോളെ, എനിക്ക് എന്തായാലും വിധിയില്ലെന്ന് കരുതി വയ്ക്കോളാം ഞാൻ. മോളെപ്പോലൊരു പെൺകുട്ടിയെ എൻ്റെ അരുൺ മോനും ഭാര്യയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കേട്ടുകൊണ്ട് വന്ന് അരുൺ പറഞ്ഞു, ഇത് വിധിയില്ലാത്തതുകൊണ്ടൊന്നും അല്ല, അയാളുടെ ഈഗോ കാരണം, അവൻ്റെ ഈഗോ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അവൻ കാരണം ഇപ്പം ഞാൻ സസ്പെൻഷനിൽ ഇരിക്കുന്നത്. അവൻ ഒറ്റയൊരുത്തിന് എല്ലാത്തിനും കാരണം. എന്നിട്ടോ ഇവളൊപ്പം വളം വെച്ച് കൊടുത്തോണ്ടിരിക്കുക. ആയിക്കോ, എന്ത് വേളം ചെയ്തോ, ഇനി ഞാൻ നിന്നെ വിളിക്കാനും വരുന്നില്ല, നിന്നോട് സംസാരിക്കാനും വരത്തില്ലെന്നും പറഞ്ഞ് അരുൺ ദേഷ്യപ്പെട്ടു. ഒടുവിൽ ദേവു സങ്കടപ്പെട്ടാണ് അവിടെ നിന്ന് ഇറങ്ങണേ. ദേവിന് ഭയങ്കര സങ്കടമായി. ഒന്നുകൂടെ സച്ചേനെ ഒന്ന് കണ്ടു നോക്കിയാലോ, സച്ചേനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചാലോ എന്നൊരു ചിന്ത ദേവുവിന്റെ മനസ്സിലുണ്ട്. അങ്ങനെ സച്ചിനെ കാണാൻ തന്നെ ദേവു തീരുമാനിച്ചു. ഒടുവില് സച്ചിയെ പോയി കാണുവാണ്. സച്ചിയെ കാണുന്ന സമയത്ത് ദേവു കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സച്ചേട്ടൻ അറിയാലോ, ഞാൻ അരുണേട്ടനോട് സംസാരിക്കാം. അരുണേട്ടന് ഞാൻ അല്ലാതെ വേറൊരു പെൺകുട്ടി അരുണേട്ടന്റെ ജീവിതത്തിലേക്ക് വരില്ല എന്നാ പറയണേ. അത് കേട്ട സച്ചി പറഞ്ഞു, ദേവു ഇതിപ്പം നിനക്ക് തോന്നുന്ന, നീ സ്നേഹിച്ചിരിക്കുന്നോണ്ട് തോന്നുന്ന, അവന്റെ സ്വഭാവം ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ എത്ര ക്രൂരനാണെന്നറിയാവോ, അതുകൊണ്ടല്ല അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഒരു കാരണമില്ലാതെ എന്നെ ജയിലിൽ പിടിച്ചിടാൻ നോക്കിയത്. അതിൽ നിന്ന് തന്നെ നിനക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അതും പറഞ്ഞുകൊണ്ട് കുറെ അങ്ങോട്ട് ഉപദേശിക്കുവാണ് ദേവുവിനെ. ദേവു പറഞ്ഞു, സച്ചേട്ടാ പ്ലീസ് സച്ചേട്ടാ, എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാ. ഇല്ലെങ്കിൽ എന്റെ വീട്ടുകാരുടെ കാര്യം അറിയാലോ, അമ്മ സമ്മതിക്കത്തില്ല. സച്ചേട്ടന്റെ സമ്മതം ഉണ്ടേ മാത്രം അമ്മ സമ്മതിക്കത്തുള്ളൂ. സച്ചേട്ടന് പറഞ്ഞിരിക്കുന്നോണ്ട് അമ്മ ഇപ്പൊ സമ്മതിക്കാത്തേന്നൊക്കെ പറഞ്ഞു. പക്ഷെ സച്ചി അടുത്തില്ല. ദേവു വിഷമത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് തിരികെ വരുന്നത്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ ആലോചിക്കുവാണ്, എങ്ങനെയെങ്കിലും ചന്ദ്രമതിയെ കയ്യിലെടുത്താൽ മാത്രം ആ വീട്ടിലേക്ക് ഇനി കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ശ്രുതി തന്നെ തിരിച്ചു വിളിച്ചോണ്ട് പോകും തോന്നില്ല. ശ്രുതി വിളിച്ചോണ്ട് പോണെങ്കിൽ ശ്രുതിയുടെ അമ്മ കനിയണം. അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോ മീര വന്നിട്ടിച്ചു, എന്താടി നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അല്ല, എങ്ങനെ ശ്രുതിയോടൊപ്പം ജീവിക്കാന്ന്. കൊള്ളാം, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം ശ്രുതിയോടൊപ്പം ജീവിക്കുന്നത് എങ്ങനെയാണോ? എടി ഇതൊക്കെ ഇപ്പോഴല്ല നീ ആലോചിക്കേണ്ടിയിരുന്നേ, കുറച്ച് നേരത്തെ ആലോചിക്കണമായിരുന്നു. നിന്നോട് മുമ്പ് ഓരോ കള്ളത്തരങ്ങൾ കാണിക്കുന്ന സമയത്ത് ഞാൻ പറയില്ലായിരുന്നോ ഒന്നും വേണ്ടാന്ന്. അപ്പോഴൊന്നും നീ അനുസരിച്ചില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്, പറഞ്ഞ കുറച്ചെങ്കിലും അനുസരിക്കണം. നീ രണ്ടാമത്തെ ഗർഭനാടകം കൂടെ കളിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും നിനക്ക് ശ്രുതിയെ കൺവിൻസ് ചെയ്ത് അങ്ങോട്ട് കയറായിരുന്നു. ഇപ്പൊ ഇതും കൂടെ ആയിക്കഴിഞ്ഞപ്പം ഒരു കാര്യം ഉറപ്പായി, നിന്റെ മേലിൽ അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഇനിയിപ്പം നീ സത്യം പറഞ്ഞാൽ പോലും അവർ കേൾക്കും തോന്നില്ല എന്ന് പറഞ്ഞു. ഒടുവില് ശ്രുതി പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ശ്രുതി വിമലയെ കാണാനായിട്ട് പോകുന്നുണ്ട്. കുറെ ദിവസങ്ങളായിരുന്നു പോയിട്ട്. അങ്ങനെ പോയി വിമലയെ കാണുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ വിമലയ്ക്ക് സങ്കടമായി. വിമലോട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ, നിന്റെ ജീവിതം തകർന്നു പോയല്ലോ. ജീവിതം അത് പണ്ടേ തകർന്നതല്ലേ, എല്ലാത്തിനും കാരണം നിങ്ങൾ ഒറ്റയൊരുത്തിയ, നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നേ. ഓരോ നിമിഷം ഞാൻ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് അറിയാവോ. ഇനി ബാക്കി സത്യങ്ങളും കൂടെ ആ വീട്ടിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ബാക്കി വെച്ചേക്കില്ല. അതിന്റെ സങ്കടവും വേദന എന്താന്ന് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരയുവാണ്. വിമലയ്ക്ക് അത് കണ്ടപ്പോൾ സഹിച്ചില്ല. കാരണം തൻ്റെ മോളുടെ ജീവിതമാണ് കൺമുന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഒരു നല്ല ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ആ ജീവിതം തകർന്നു പോയല്ലോ എന്നൊരു ചിന്ത. മോള് വിഷമിക്കൊന്നും വേണ്ട, മോള് ധൈര്യമായിട്ടിരിക്കുക, എന്താണെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല എന്ന് പറഞ്ഞു. വഴിയുണ്ട്, പെരുവഴി തന്നെയാ, അല്ലാതെ ഇപ്പം എന്താ. പക്ഷെ ഞാനങ്ങനെ വെറുതെ ഇരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാൽക്കൂവി ഇരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു പോന്നേ. എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ കയറിയേ പറ്റുള്ളൂ അമ്മേ, എങ്ങനെയാണെങ്കിലും ഞാൻ കയറി പറ്റുമെന്ന് പറഞ്ഞു. മോളെ സാഹസത്തിനൊന്നും മുതലണ്ട. ഇനിയിപ്പോൾ പഴയതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അതും പറഞ്ഞിട്ടാണ് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുന്നത്. അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.